ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നാളെ ഗുരുവായൂർ ഏകാദശിയല്ലേ, നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാദിനം. അപ്പോൾ ഗുരുവായൂർ ഏകാദശി നോക്കിയാൽ സർവ ഐശ്വര്യവും 7 ജന്മത്തിലെ പാപമുക്തിയും ഫലം മാത്രമല്ല, നമ്മുടെ പിതൃക്കൾ ചെയ്ത പാപങ്ങളിൽ നിന്ന് അവർക്കും മോചനം ലഭിക്കും. അതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മോക്ഷത ഏകാദശി എന്നും ഈ ഏകാദശിയെ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിൽ ആചരിക്കുന്ന ഏകാദശികളിൽ പ്രധാനമാണ് വൃശ്ചിക മാസത്തിലെ ഗുരുവായൂർ ഏകാദശി. ഈ വർഷം, അതായത് നാളെ ഡിസംബർ 11 ബുധനാഴ്ചയാണ് ഗുരുവായൂർ ഏകാദശിയായി നാം ആചരിക്കുന്നത്. ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകിയ ദിവസവും കൂടിയാണിത്. ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും പാതാള അഞ്ജനശിലയിൽ തീർത്ത വിഗ്രഹം സ്ഥാപിച്ച ഇടം ഗുരുവായൂരെന്നും പ്രതിഷ്ഠയ്ക്ക് ഗുരുവായൂരപ്പനെന്നും നാമധേയം ലഭിച്ചു. വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിനത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ നടന്നത്. അതിനാൽ ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനമായും ആചരിക്കുന്നു. ഏകാദശികളിൽ ഏറ്റവും വിശിഷ്ടം മോക്ഷത ഏകാദശി അല്ലെങ്കിൽ ഗുരുവായൂർ ഏകാദശി തന്നെയാണ്. വിഷ്ണു പ്രീതിയിലൂടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഇത്. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തിഥികളിൽ വരുന്ന 3 ദിവസങ്ങളിലായി നീണ്ടുകിടക്കുകയാണ് ഏകാദശി വ്രതം. ദശമി ദിവസവും ദ്വാദശി ദിവസവും പകൽ ഒരു നേരം അരിഭക്ഷണം കഴിക്കാം. ഭഗവാൻ മഹാവിഷ്ണു ദേവീ ദേവന്മാരോടൊപ്പം ഗുരുവായൂർക്ക് എഴുന്നള്ളുന്ന ദിനമാണിത് എന്നാണ് വിശ്വാസവും സങ്കല്പവും എല്ലാം. അതിനാൽ തന്നെ അന്നേ ദിവസം ക്ഷേത്രത്തിലെത്താൻ കഴിയുന്നതുപോലും സുകൃതമായി കണക്കാക്കുന്നു. ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയുമുണ്ട്. വിഷ്ണു പ്രീതിയും അതിലൂടെ സർവ്വ ഐശ്വര്യവും മോക്ഷവും ലഭിക്കുവാനും ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഏകാദശി വ്രത കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് ഹരിവാസര സമയമെന്ന് പറയുന്നത്. ഏകാദശിയുടെ ഒടുവിലത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടി വരുന്ന 30 നാഴിക, അതായത് 12 മണിക്കൂർ സമയമാണ് ഹരിവാസര സമയം. വ്രതമനുഷ്ഠിക്കുന്നവർ ഈ സമയത്ത് ഭക്ഷണവും ഉറക്കവും പാടില്ല എന്ന് സങ്കല്പിക്കപ്പെടുന്നു. ഈ സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഭഗവാന്റെ സാന്നിധ്യം, ദേവിയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലായിട്ടുള്ള സമയമാണ് ഹരിവാസര സമയം. ഈ തവണ, അതായത് നാളെ ഏകാദശി വ്രതത്തിൻ്റെ ഹരിവാസര സമയം വരുന്നത് 11-ാം തീയതി വൈകുന്നേരം 7:48 മുതൽ 12-ാം തീയതി രാവിലെ 6:30 വരെയാണ് ഹരിവാസര സമയം. അതുപോലെ തന്നെ വ്രത ആചരണത്തെക്കുറിച്ച് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വീണ്ടും പറയുകയാണ്. ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം ഒരിക്കൽ ഊണ് കഴിച്ച് ഏകാദശി ദിവസം പൂർണ്ണമായി ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ ധാന്യങ്ങൾ ഒഴികെയുള്ള ആഹാരങ്ങളോ കഴിക്കാം. എണ്ണ തേച്ച് കുളിക്കരുത്. പകലുറക്കം പാടില്ല. പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയ ജപങ്ങളിലൂടെയുള്ള അർച്ചന ചെയ്യുകയും ചെയ്യുന്നത് ഉത്തമമാണ്. അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകളൊക്കെ വെടിഞ്ഞ് അതിനൊന്നും മനസ്സിൽ ഇടം കൊടുക്കാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇതൊക്കെ വളരെ ഉത്തമമാണ്. നല്ല ശുദ്ധി വരുത്തിയ, കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കണം. തുളസി ദേവിയെ, അതായത് തുളസി ചെടിയെ നനയ്ക്കുകയും തുളസി തറയുള്ളവർ അതിന് ചുറ്റും അല്ലെങ്കിൽ തുളസി
വെച്ചിട്ടുള്ളവർ അതിനു ചുറ്റും 3 പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യണം. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ മഹത് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ അത് ശ്രവിക്കുകയോ ഒക്കെ ചെയ്യാം. ഗ്രന്ഥങ്ങൾ വീട്ടിലില്ലാത്തവർക്ക് അത് ഗ്രന്ഥങ്ങൾ വിശകലനം ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ കേൾക്കാം. സത്സംഗങ്ങളിൽ ഏർപ്പെടാം. ഹരിവാസര സമയത്തിന് ശേഷം തുളസി തീർത്ഥമോ അല്ലെ മലരിട്ട് വെച്ച തീർത്ഥമോ എന്തെങ്കിലും ആ തീർത്ഥം കഴിച്ച് പാരണ വിടാം. ആ പാരണയുടെ സമയവും കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. രാവിലെ 6:42-നും 10:59-നും ഇടയിലുള്ള സമയത്താണ് പാരണ വീടേണ്ടത്. തുളസി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രം അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. എന്നാലും അറിഞ്ഞുകൂടാത്തവർ ശ്രദ്ധിക്കുക. പ്രസീത തുളസീ ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ്മദനോദ്ഭൂതേ തുളസി ത്വാം നമാമ്യഹം. ഈ മന്ത്രമാണ് തുളസി ദേവിയെ പ്രദക്ഷിണം വയ്ക്കുകയും തുളസിക്ക് നെയ്ദീപം തെളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ജപിക്കേണ്ട മന്ത്രം. വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്ന മന്ത്രം ശാന്താകാരം ഭുജഗശയനം, അത് ജപിക്കാം. അതുപോലെ തന്നെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മഹാമന്ത്രം ജപിക്കാം. വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കാം. വിഷ്ണു ഗായത്രി മന്ത്രമാണ് ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. വിഷ്ണു ഗായത്രിയാണത്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഭഗവാന്റെ മൂലമന്ത്രങ്ങളാണ് അഷ്ടാക്ഷര മന്ത്രവും 12 മന്ത്രവും ഒക്കെ. ഫലസിദ്ധിക്കായി നമ്മൾ നിത്യേന 108 പ്രാവശ്യം ഈ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അഷ്ടാക്ഷര മന്ത്രമാണ് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരങ്ങൾ നിറഞ്ഞ ആ മന്ത്രം. 12 മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രങ്ങളൊക്കെ നമ്മൾ നിത്യേന ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഏകാദശി വ്രതം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഫലങ്ങൾ അതേക്കുറിച്ച് പറയുന്നത് ഏകാദശി വ്രതം വക്ഷ്യേ ഭുക്തിമുക്തിപ്രദായകം എന്നാണ്. ഏകാദശി വ്രതം വക്ഷ്യേ ഭുക്തിമുക്തിപ്രദായകം, ഇങ്ങനെയാണ് പുരാണങ്ങളിൽ പരാമർശിക്കുന്നത്. അതായത് ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഇഹലോകത്തും പരലോകത്തും സൗഭാഗ്യം എന്നർത്ഥം. ഏകാദശി വ്രതത്തിന് ഒരു ഫലങ്ങളല്ല അനേകം ഫലങ്ങൾ എന്ന് എപ്പോഴും പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇഹത്തിൽ ജീവിക്കുകയും ഇവിടത്തെ കർമ്മങ്ങളുടെ പൂർണ്ണതയോടെ നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം, അതായത് ശരീരം ഉപേക്ഷിച്ച് നാം എവിടെയാണോ വന്നത് അവിടേക്ക് തന്നെ തിരികെ പോവുകയും ചെയ്യുമ്പോൾ അവിടെയും പൂർണ്ണ സൗഖ്യം, ഇവിടെയും ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുക. ഇതാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഒരു ഭക്തന് ലഭിക്കുന്ന ആ വരപ്രസാദം. പക്ഷേ ആ വ്രതം എടുക്കുമ്പോൾ വളരെ ആചരണയോടുകൂടി, ചിട്ടയോടുകൂടി, ശുദ്ധവൃത്തികളോടുകൂടി, പൂർണ്ണ സമർപ്പണത്തോടുകൂടി എടുക്കുന്ന വ്യക്തിക്കാണ് അതിൻ്റെ പൂർണ്ണമായ ഫലം വേഗം ലഭിക്കുന്നത്. അപ്പോൾ എത്ര ഡെഡിക്കേഷനോടുകൂടി നമ്മൾ ആ വ്രതം എടുക്കുന്നോ അതുപോലെ ഇരിക്കും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ, ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കുവാൻ, ഭഗവാനും ദേവിയും എല്ലാവരിലും സമ്പൂർണമായ അനുഗ്രഹം ചൊരിയാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവരും കഴിയുന്നിടത്തോളം എല്ലാവരും ഭഗവാന്റെ തിരുസന്നിധിയിൽ ഗുരുവായൂരിൽ എത്തുവാൻ കഴിയുന്നവർ എത്തുക. എല്ലാവർക്കും ഭഗവാന്റെയും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവ്വകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.